ഈ വീഡിയോയിൽ ജനനം മുതൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ള ചില പ്രത്യേക നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത്. ഇതുപോലെ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമുള്ള 9 നക്ഷത്രക്കാരാണുള്ളത്. ഏത് നക്ഷത്രക്കാർക്കും ഉയർച്ചയും സൗഭാഗ്യവും നൽകുന്നുവെങ്കിലും താഴെ പറയുന്ന നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ദേവിയുടെ മുൻ ജന്മ ബന്ധമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവരുടെ ഉറക്കത്തിൽ പോലും ഭദ്രകാളി ദേവി ഇവർക്ക് കാവൽ നിൽക്കുമെന്നാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ ആരൊക്കെ ദ്രോഹിച്ചാലും ഈ നക്ഷത്രക്കാർക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം ഭദ്രകാളി ദേവിയുടെ മുൻ ജന്മ സാഫല്യം ഇവർക്ക് കിട്ടിയിട്ടുള്ളതിനാൽ ഇവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്ക് നോക്കാം. ഭരണി ദേവിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ്. ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് എങ്കിലും നല്ല മനസ്സുള്ളവരാണ്. അതുപോലെ തന്നെ ആയില്യം ദേവിയുടെ അനുഗ്രഹമുള്ളവരാണ്. ഇവരെ ഉപദ്രവിക്കുന്നവർക്ക് ജീവിതത്തിൽ തിരിച്ചടി ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് പൂരം. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ദേവി അനുഗ്രഹം ഇവർക്ക് നാൾക്കുനാൾ ഉയർച്ചയെ നൽകുന്നുള്ളൂ. അതുപോലെ ചിത്തിര ജീവിതത്തിൽ പലവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും നിത്യവും ദേവിയെ ആരാധിക്കുന്നത് ഇവരുടെ ദുരിതങ്ങൾ മാറാൻ സഹായിക്കുന്നു. അനിഴം മറ്റുള്ളവരെ ചതിക്കപ്പെടാത്തവരും ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ തിരുവോണം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാത്തവരാണ് ഇവർ. ജന്മനാ ദേവിയുടെ അനുഗ്രഹമുള്ളവരുമാണ്. രേവതി സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നവരാണ്. ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്താൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. ഇത്രയും നക്ഷത്രക്കാരാണ് ദേവിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരെന്ന് പറയുന്നത് കേട്ടോ. ഇവരുടെ ഉറക്കത്തിൽ പോലും ദേവി ഇവർക്ക് കൂട്ടായിട്ട് കാണുമെന്നാണ് പറയുന്നത്. ഇവരെ ആര് ദ്രോഹിച്ചാലും ഉടനടി അവർക്ക് തക്ക ശിക്ഷ ഭദ്രകാളി ദേവി തന്നെ കൊടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ എല്ലാ നക്ഷത്രക്കാരെയും ദേവി ഒരുപോലെയാണ് കാണുന്നത് എങ്കിലും ഈ കുറച്ച് 7-8 നക്ഷത്രക്കാരെ ദേവിക്ക് അവരോട് ഭയങ്കര പ്രീതിയാണ്. ഈ നക്ഷത്രക്കാരിൽ നിത്യവും ദേവിയെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമായിട്ട് കരുതുന്നു. ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ക്ഷേത്രത്തിലെ തടസ്സങ്ങൾ നീക്കി സൗഭാഗ്യങ്ങളും ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീക്കി സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ചെയ്യേണ്ട ഒരു വഴിപാടെന്ന് പറയുന്നത് രക്തപുഷ്പാഞ്ജലിയാണ്. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസങ്ങളിൽ പോയി ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചനയോ ഒരു രക്തപുഷ്പാഞ്ജലിയോ നടത്തുന്നത് ഉത്തമമാണ്. ഇവരുടെ നാൾക്ക് നാൾ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുവാനായിട്ട് നല്ലതാണ്. ഈ നക്ഷത്രക്കാർ മാത്രമല്ല എല്ലാ നക്ഷത്രക്കാരെയും ഭഗവതി കാത്തുകൊള്ളും. പക്ഷേ എന്നാലും ഈ ഒരു 7-8 നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലും ഗുണമുള്ളതെന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭരാത്രി.